ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു കണ്ണൂർ സ്പെഷ്യൽ സ്നാക്ക് കോഴിക്കാലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ സ്നാക്കിൻ്റെ പേരാണ് കേട്ടോ കോഴിക്കാൽ. കോഴിക്കാലെന്ന് വിചാരിക്കുമ്പം കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചിക്കൻ വെച്ചുണ്ടാക്കുന്ന എന്തോ ആണ്, ചിക്കൻ്റെ കാല് ലൈക്ക് KFC പോലത്തെ ഒരു സംഭവമാണ്. അതല്ല കേട്ടോ. ഈ കോഴീൻ്റെ വിരൽ നഖം എല്ലാം വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, മണ്ണിൽ കുത്തുന്ന കാല്, ആ ആക്ച്വൽ കാല്, ആ കാലിൻ്റെ ഷേപ്പുള്ളത് കൊണ്ടാണ് ഈ കോഴിക്കാലെന്ന പേര് വന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം ഇത് കിഴങ്ങ് വെച്ചിട്ടുണ്ടാക്കുന്ന, കിഴങ്ങ് എന്ന് പറയുമ്പോൾ ബാക്കി ഈ തെക്കൻ ജില്ലയിലെല്ലാം കിഴങ്ങ് എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങിനാണ് കിഴങ്ങെന്ന് വിളിക്കുന്നത് അല്ലേ. ബാക്കി ശരിക്കും ഈ ടാപ്പിയോക്ക എന്ന് പറഞ്ഞ സാധനത്തിനെ കപ്പ എന്നാണ് വിളിക്കുന്നത് തെക്കൻ ജില്ലയിൽ. പക്ഷെ നമ്മുടെ ഇവിടെ എല്ലാം ഈ കൊള്ളി എന്ന് പറയുന്ന പൂളക്കിഴങ്ങ് എന്ന് പറയുന്ന ഇതിനെ കപ്പ എന്ന് വിളിക്കും. അപ്പോൾ ആദ്യം തന്നെ കപ്പ തൊലി കളഞ്ഞെടുക്കുക, എന്നിട്ട് ഇതേപോലെ സ്ലൈസസ് ആക്കുക. ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് കട്ട് ചെയ്യുമല്ലോ, ഫ്രഞ്ച് ഫ്രൈസ് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഫ്രഞ്ച് ഫ്രൈസ്, നമ്മൾ ഈ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം കഴിക്കുന്ന എത്രയോ കൊല്ലം മുമ്പേ കഴിച്ചു തുടങ്ങിയതാണ് ഈ കോഴിക്കാൽ എന്ന് പറഞ്ഞ സംഭവം. അപ്പം ഇത് പണ്ട് എനിക്ക് എൻ്റെ അച്ഛൻ്റെ അച്ഛനുണ്ടല്ലോ, വൈകുന്നേരം എപ്പോഴും വാങ്ങിത്തരായിരുന്നു. നമ്മൾ വീട്ടിൽ ഇവിടെ ഇങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് കണ്ണൂർ സ്നാക്സ്. വത്താസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഇതേപോലെ മധുരക്കിഴങ്ങിനെ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ്സ് ആയിരുന്നു ഇത് രണ്ടും. അപ്പോൾ ഇവിടെ ട്രിവാൻഡ്രം ആണെങ്കിൽ സ്നാക്സ് എന്ന് പറഞ്ഞാൽ പഴംപൊരിയും ഉള്ളിവടയും പരിപ്പ് വടയും കഴിഞ്ഞു, അത്രയേ ഉള്ളൂ വെറൈറ്റീസ്. ഈ മലബാറിൽ കിട്ടുന്ന വെറൈറ്റീസൊന്നും ട്രിവാൻഡ്രം കിട്ടാറില്ല. അപ്പോൾ ഇത് കുറേ കൊല്ലമായി കഴിച്ചിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ക്രേവിങ് തോന്നി ഉണ്ടാക്കി നോക്കിയതാണ്. ഇവിടെ അടുത്തൊന്നും കിട്ടാനില്ല, അതുകൊണ്ട് യൂട്യൂബ് നോക്കി ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ കഴുകിയെടുത്ത ഈ കപ്പ ഇതേപോലെ കൊള്ളി, ജൂലിയൻ കട്ട് എന്ന് പറയും, ഇതേപോലെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു പാകത്തിന് മുറിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്പൈസസ് എല്ലാം ഇട്ട് നമ്മൾ പൊരിച്ചെടുക്കും. അപ്പോൾ ഞാനിവിടെ പച്ചമുളകും കരിവേപ്പിലയും കുറച്ച് കായപ്പൊടി, പിന്നെ വെളുത്തുള്ളി, ചെറിയുള്ളി, അതൊക്കെ എടുത്ത് ചതച്ചെടുത്തു. ഞാൻ കുറച്ച് ജീരകവും ഇട്ട്, ശരിക്കും ഇഞ്ചിയും വേണം, എൻ്റെ അടുത്ത് ഇഞ്ചി ഇല്ലായിരുന്നു. പിന്നെ ഞാൻ അരിപ്പൊടിയാണ് എടുത്തത്, എൻ്റെ അടുത്ത് കടലപ്പൊടി ഉണ്ടായില്ല. അപ്പോൾ പിന്നെ നമ്മൾ മുളകും മഞ്ഞളും കായപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് കുഴച്ചെടുക്കണം. അപ്പോൾ ശരിക്കും കടലപ്പൊടിയും കൂടെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ മൈദയും കൂടെ ആഡ് ചെയ്യണം. ഞാൻ മൈദ ഒന്നും ആഡ് ചെയ്തില്ല, ജസ്റ്റ് അരിപ്പൊടി മാത്രമേ എടുത്തുള്ളൂ. എന്നിട്ട് ഈ കുഴച്ച് വെച്ച മാവിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് എന്ത് ചെയ്യണം, ഈ കപ്പ കോട്ട് ചെയ്തെടുക്കണം. ഈ മാവിലേക്ക് മുക്കി പൊരിച്ചെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പ്രസ് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിലെടുത്ത് മാറ്റി വെക്കണം. എന്നിട്ട് ഇത് എണ്ണയിലിട്ട് പൊരിക്കണം. നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ പൊരിക്കാം, എന്ത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. എൻ്റെ വീട്ടിൽ പാം ഓയിലായിരുന്നു ഉണ്ടായിരുന്നത്, ആ പാം ഓയിലാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ചായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാം. നന്നായിട്ട് പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വന്നാൽ മതി. കാരണം ഓവറായിട്ട് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ കടിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് സോഫ്റ്റ്നെസ്സും കൂടെ കിട്ടാൻ ഇത്ര പൊരിച്ചാൽ മതി.